ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഇന്ന് വൈകുന്നേരമാണ്. ഇതൊരു 4:30 മണിയായി. പക്ഷേ ഈ ഒരു സമ്മർ സമയത്ത് ഭാഗ്യത്തിന് ഇടയ്ക്കൊരു വേനൽ മഴ വരുമല്ലോ. അപ്പോൾ ഇന്നൊരു വേനൽ മഴയുടെ ദിവസമാണ്. അപ്പോൾ വെയിലെല്ലാം കുറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. പോകുന്ന സ്ഥലവും ഗ്രാമപ്രദേശമാണ്. എൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത്, കോലിയക്കോട് ഭാഗത്തേക്ക്. ഇപ്പോൾ ചെറുതായിട്ട് ഡ്രസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളാണിക്കൽ പാറയുടെ ഭാഗത്ത് പോകണം എന്നുണ്ട്. അവിടെ ഒരു പഴംപൊരിയൊക്കെ കിട്ടുന്ന ഒരു ചേച്ചിയുടെ കടയുണ്ട്. അവിടെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. മഴ ആയതുകൊണ്ട് ഇന്ന് കടയുണ്ടോ എന്ന് പോലും അറിയില്ല. പിന്നെ നമുക്കല്ലാതെ അൻസാരി ഹോട്ടലുണ്ട്. അങ്ങനെ 2-3 പ്ലാനായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഏതാണ്ട് എത്താറായി. നമ്മളിങ്ങനെ കുറച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിലൂടെയാണ് വന്നിരിക്കുന്നത്. നാട്ടിൻ പുറത്തിൻ്റെ സൗന്ദര്യം നോക്കി. ഇത് വെള്ളാണിക്കൽ വനദുർഗാ ക്ഷേത്രം, അതിനോട് അടുത്ത് നിൽക്കുന്ന ചെറിയ ചായക്കട. ഇത് കാണുന്നുണ്ടല്ലോ റൈറ്റ് സൈഡിൽ. കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നു. അടച്ചു പൂട്ടി പോകാറായോ എന്നറിയില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഇച്ചിരി ലേറ്റായി, 6 മണിയായി. എന്നെ സഹായിക്കാൻ നടേശൻ വന്നിട്ടുണ്ട്. ഹലോ നടേശൻ. ഇത് വെള്ളാണിക്കൽ വനദുർഗാ ക്ഷേത്രമാണ് തൊട്ട് മുന്നേ കാണുന്നത്. നമസ്കാരം. കഴിഞ്ഞ ഇന്നത്തെ എത്ര മണി വരെ ഉള്ളത്? സാധാരണ 7:30 മണി വരെ ഉള്ളത്. ചായ കട്ടൻ കാപ്പി ഉണ്ടാവും. കട്ടൻ കാപ്പി. അപ്പോൾ കട്ടൻ കാപ്പി കുടിക്കും. ഇവിടെ മുറുക്കാനും കൊടുക്കുമോ? ഭയങ്കര ബ്യൂട്ടിഫുൾ റസ്റ്റിക് ആംബിയൻസ്. പഴംപൊരി ചൂടായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ചായ. ഇതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ. മുറുക്കണം എന്നുള്ളവർക്ക് മുറുക്കാം. വിറകടുപ്പിൽ ചൂടായിട്ടുണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെയാണോ താമസിക്കുന്നതും? അല്ല, ഇതിപ്പോൾ കട മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ. ചേച്ചിയുടെ പേരെന്തായാലും? ബേബിയമ്മ. ഓക്കെ. അപ്പോൾ ഇത് ബേബിയമ്മ ചേച്ചിയുടെ കടയാണ്. ഓ, രസമുണ്ട്. നല്ല ആംബിയൻസ്. എനിക്കിഷ്ടപ്പെട്ടു. എത്ര നാളായി ഇത് ഇങ്ങനെ വന്നിട്ട്? 50? ഓ, എനിക്ക് വയ്യ. 50 വർഷം. അത് ശരി. ഇവിടെ മുറുക്കണം എന്നുണ്ടെങ്കിൽ 4 കൂട്ടി മുറുക്ക, പാക്ക്, ചുണ്ണാമ്പ്, വെറ്റ എല്ലാം ഉണ്ട്. പൊയിലുണ്ടോ? പൊയിലുണ്ട്. അത് പൊയിലെ കൂടി വന്നാലേ മുറുക്കാനാവുള്ളൂ. അത് ശരിയാണ്. കഴിച്ചാൽ തല ഇറങ്ങും. അയ്യോ വേണ്ട, ഞാൻ കഴിക്കത്തില്ല. എനിക്ക് ശീലമില്ലല്ലോ മുറുക്കാൻ. പക്ഷെ ഇവിടെ മുറുക്കാനും വളരെ റിലാക്സ് ചെയ്ത് ചായയും കുടിച്ച് മുറുക്കാനെല്ലാം കഴിച്ച് പഴംപൊരി ചൂട് വാഴയ്ക്കപ്പം എന്ന് ഇവിടെയൊക്കെ പറയുന്നു. വാഴയ്ക്കപ്പം എല്ലാം കഴിച്ചിട്ട് പോകാൻ പറ്റും. ദേ വിറകടുപ്പിൽ. എത്ര മണിക്കാണ് തുടങ്ങുന്നത്? വൈകുന്നേരം എത്ര മണിക്ക് ഓപ്പൺ ആവും? തുടങ്ങുന്നത് 3:30 തുടങ്ങും. 3:30 തുടങ്ങിയിട്ട് പിന്നെ തീരാറാം ഒരു 7:30 വരെയൊക്കെ പോകും അല്ലേ? അതിനി കുറച്ചുകൂടെ ഉണ്ട്. തിരിക്കാറായോ? ഇല്ല, കുറച്ചുകൂടെ ആവാനുണ്ട് അല്ലേ? ഓക്കെ. $50 വർഷമായിട്ട് ഈ സ്ഥാപനം ചായയൊക്കെ ഒഴിച്ച് എല്ലാവർക്കും ചായ കൊടുത്ത് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വാഴയ്ക്കപ്പവും ചായയും. കുറച്ച് കച്ചവടമേ ഉള്ളൂ അല്ലേ? ആണോ? ഇന്നലെ നല്ല തിരക്കായിരുന്നു. ഇവിടെ രാവിലെ ചായ ഉണ്ട്. 3:30 തൊട്ടാണ് പഴംപൊരിയൊക്കെ വരുന്നത് അല്ലേ? പിന്നെ മുറുക്കാനും ഉണ്ട്. ഓക്കെ. വേറെ ഒന്നും കൂട്ടുന്നില്ല അല്ലേ? ഇത് മാത്രമേ ചെയ്യാനാണ് പ്ലാൻ. ഉച്ചയ്ക്ക് ഊണ് അങ്ങനെ ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഇവിടെ ചായ തന്നെ പേടിച്ചാണ് കുടിക്കണം. 10 രൂപ. അത് ശരി. അതെന്താ അങ്ങനെ? 10 രൂപ കൂടുതലാണെന്നോ? കൂടുതലെന്നല്ല, അതുണ്ടെങ്കിൽ അത് വച്ചിരുന്നത്ത് കൂടെ ഇരിക്കുമെന്നും പറഞ്ഞിരിക്കും. 10 രൂപ കൂടെ ലാഭിക്കാം. കുടിക്കൂല, സോമം കുടിക്കൂല. ചായക്ക് 10 രൂപയാണോ? 10 രൂപ. ഇപ്പഴല്ലേ ഗ്യാസിനൊക്കെ 12 ഓഹോ. ഇവിടെ ഇപ്പോഴും 10 തന്നെ. വിറകടുപ്പാണെന്നും പറഞ്ഞിട്ട് ആരും അങ്ങനെ ഭയങ്കര ഭാഷയില്ലെന്നാ ചേച്ചി പറയുന്നത്. ഇത് വർഷങ്ങളായിട്ട് നടത്തി. ഇതൊന്നും വലിയ ലാഭമുള്ള കച്ചവടമല്ല. പിന്നെ അങ്ങനെ ഓടിപ്പോണു കാര്യങ്ങൾ. എനിക്ക് പഞ്ചസാര വേണം കേട്ടോ കാപ്പിക്ക് കെട്ടൊക്കെ. എനിക്ക് കുറച്ച് നെയ്യപ്പം തരാമെന്ന് പറഞ്ഞിരിക്കുക. ഇത് വീട്ടിലുണ്ടാക്കി കൊണ്ടുവന്നാണോ? ഉണ്ടാക്കുന്നതാണ്. ഓക്കെ. അഭിപ്രായം അറിയാലോ.
ഇത് നെയ്യപ്പം. പക്ഷെ ഇവിടെ സ്ഥിരം വിൽക്കുന്ന സാധനം ചൂട് ചൂട് വാഴയ്ക്കപ്പമാണ്. എനിക്ക് ലക്ക്. കൊള്ളാലോ, നല്ല. അത് കട്ടൻ കാപ്പി അല്ലേ? വാഴയ്ക്കപ്പം കഴിക്കാൻ വന്ന ആളിന് ഭാഗ്യത്തിന് നെയ്യപ്പം കൂടെ കിട്ടുന്നില്ലേ? സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ബേബി അമ്മ ചേച്ചിയുടെ മരുമകളാണ്, മകൻ്റെ വൈഫ്. പഴംപൊരി ചൂട് ചൂട്. വണ്ടി മേലെ കിടക്കണം. വണ്ടി ഇവിടെ കിടക്കുന്നു താഴെ. കയ്യിൽ വെച്ചോട്ട്. അടിപൊളി, നല്ല പഴംപൊരി. വേറൊരു കാർ ഇറങ്ങി വരുന്നു താഴോട്ട്, ഇവിടേക്കാണെന്ന് തോന്നുന്നു. കട്ടൻ കാപ്പി, കാപ്പിപ്പൊടി ഇട്ട്. എന്ത് രസമല്ലേ? വാട്ട് എ ബ്യൂട്ടിഫുൾ സെറ്റിംഗ്. സന്ധ്യ സമയമായി, 6 മണി കഴിഞ്ഞു. നൈസ്, നല്ല പഴുത്ത പഴം, അടിപൊളി. ഇത് വെള്ളാണിക്കൽ വനദുർഗാ ക്ഷേത്രം. അതിൻ്റെ അങ്ങോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ ഈ വരുന്ന വഴി നല്ല റോഡാണ്. ഈ റൂട്ട് പിടിച്ച് വന്നാൽ മതി. കുറേ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിലൂടെ മുന്നോട്ട് വരുമ്പോൾ ഇതൊരു ഇറക്കത്തിലിങ്ങനെ കാണാം. പല കടകളിലും നമ്മളെല്ലാം തേടി വരുന്നത് എന്താ പറയുക, പല കടകളിലും ഒരു ആംബിയൻസ് ആണ് കൂടുതലും. പഴംപൊരി പലയിടത്തും കിട്ടും, ചായയും എല്ലായിടത്തും കിട്ടും. പക്ഷെ ചില ഇരിക്കുന്ന സെറ്റിങ്, ലൊക്കേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരുണ്ടാക്കുന്നു, തരുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് മാച്ചാണിത്, ഈ ഒരു സ്ഥലം. പഴമ ഇഷ്ടപ്പെടുന്നവർക്ക് എടുത്തു അമ്പലം കൂടി എടുക്കണം എന്നാണ് പറയുന്നത് പുള്ളി. ഓക്കെ, അമ്പലം മനസ്സിലായി. ഇവിടെ അടുത്ത് താമസിക്കുന്ന ആളാണ്. അമ്പലം വനദുർഗാ ക്ഷേത്രമാണ്, ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ഇന്ന് നട തുറക്കുന്ന ദിവസമല്ല അല്ലേ, ഈ സമയത്ത്. ഓക്കെ, നമ്മളിനി ഇവിടുന്ന് തിരിച്ച് കോഴിക്കോട് വഴി തന്നെയാണ് പോകുന്നത്. ഇവിടെ പൈസ എല്ലാം കൊടുത്തിട്ട് ഇറങ്ങാം. ഓക്കെ, എന്തിനാ? ഓ, റബ്ബർ വെട്ടാൻ തലയെ കെട്ടി കൊണ്ടുപോകണം ലൈറ്റ് അല്ലേ? നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാനായിട്ടാണല്ലേ തലയിൽ? ഇതിങ്ങനെ പോകുമ്പോൾ അവർക്ക് തിരിച്ചു പോകുന്ന സമയത്ത് റബ്ബർ വെട്ടുകാർ ഉപയോഗിക്കുന്ന ലൈറ്റാണ്. വെളുപ്പാങ്കാലത്തൊക്കെ തലയിൽ വെച്ചിട്ട് ഈ റൂട്ടിലൂടെ പോകണമല്ലോ. കാട്ടിനകത്ത് കാടല്ല, ഈ കൃഷി സ്ഥലം ആണെങ്കിലും റബ്ബറൊക്കെ അല്ലേ, ഇരുണ്ടിരിക്കുന്നു. സന്ധ്യ കഴിഞ്ഞല്ലേ പോകുന്നത്. അപ്പോൾ എല്ലാവരും കഴിച്ചു. അപ്പോൾ നമ്മൾ പതുക്കെ ഇറങ്ങാം. ഓക്കെ, ഹായ്, അറിയോ? ഹായ്. ഓക്കെ, ശരി. ഓക്കെ, നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നു. ഇവിടുത്തെ നല്ല തിരക്കായി കഴിഞ്ഞു. ഇവിടെ അങ്ങനെ വെള്ളാണിക്കൽ ക്ഷേത്ര പരിസരത്തു നിന്നും ഇപ്പോൾ സമയം 7 മണിയെല്ലാം കഴിഞ്ഞു. എൻ്റെ കുടുംബ വീട്ടിലും കൂടെ ജസ്റ്റ് ഒന്ന് കയറി അയച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഇത് പോത്തങ്കോട് ജംഗ്ഷൻ. ഇവിടെ ഹോട്ടൽ അൻസാരി, വളരെ പഴയ ഹോട്ടലാണ്. മട്ടൺ വിഭവങ്ങൾക്ക് പ്രസിദ്ധമാണ്. ലഞ്ചാണെങ്കിലും ഡിന്നറും ഒക്കെ നല്ല കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങോട്ട് പോകാം. ഓർമ്മയുണ്ടോ? ഒരുപാട് വർഷമില്ല. അപ്പോൾ അൻസാരി ഹോട്ടലിൻ്റെ അച്ഛനുള്ള സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ പുള്ളി അത്ര ആക്റ്റീവ് അല്ല, അതുകൊണ്ടല്ലേ. ഇത് മകനാണ് ഇപ്പോഴത്തെ ആക്റ്റീവ് ഓണർ. അദ്ദേഹത്തിന് എനിക്ക് ഓർമ്മയുണ്ട്, അന്നേ ഉണ്ട് അല്ലേ. ഇത് സലീം, അതെ, മകൻ. ഇതാണ് പ്രശ്നം. ഇദ്ദേഹം അന്നോട്ടുള്ളൊരു പ്രധാന ആളാണ്. ഓക്കെ, ചേട്ടൻ്റെ പേരാണെന്ന് അബ്ദുൾ റഷീദ് ചേട്ടൻ. ഓക്കെ, എന്തൊക്കെ പൊറോട്ടി ഉണ്ടാവുമല്ലോ, ഇടിയപ്പം, ചിക്കൻ പെരട്ട്, നാടൻ ചിക്കൻ പെരട്ട്, മട്ടൻ ചാപ്സ്, കുടല് തോര വേണ്ട. ലിവർ തീർന്നോ? ആണല്ലേ. ഓ, മട്ടൺ അല്ലേ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യല്. മനസ്സിലായി. മട്ടൺ ചോപ്സ് ഒന്നുള്ളൂ. മട്ടൺ ചോപ്സും ചിക്കൻ പെരട്ടും ഒരട്ടി, ചിക്കൻ ഫ്രൈ, ഇടിയപ്പം എടുക്കാം. ഓക്കെ, ഒരട്ടി പൊറോട്ട എല്ലാം. ഓക്കെ ഓക്കെ. ഉച്ചയ്ക്ക് ആകുമ്പോൾ ഊണുണ്ട്, ബിരിയാണി ഉണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കിട്ടും. വൈകുന്നേരം ആകുമ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. എനിക്കിപ്പോൾ വൈകുന്നേരം വരാൻ പറ്റിയുള്ളൂ. ഓക്കെ, പോത്തങ്കോട് ജംഗ്ഷനിൽ പണ്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അന്ന് തൊട്ടുള്ളതാണ്. ഇപ്പം ഒരുപാട് അപ്പുറത്തെ സൈഡായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഓ പിന്നെന്താ, കിട്ടൂലല്ലോ. ഇപ്പം കിട്ടും.
നമ്മളെ സ്ഥിരം സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് അല്ലേ? ഓക്കെ. എവിടെ താമസിക്കുന്നു? അടുത്ത് തന്നെ. ഓക്കെ. ഓ, ഇത് ചിക്കൻ്റെ നാടൻ പെരട്ട്. നാടൻ കോഴിയുടെ പെരട്ട്. ഓക്കെ. ഇത് ഒറട്ടി മട്ടൺ സൂപ്പ്. ഓ, അത് ഇവിടുത്തെ സ്പെഷ്യലാണ് അല്ലേ, മട്ടൺ സൂപ്പ്. ഓക്കെ. അതായത് ബ്രോയിലർ കോഴിയുടെ പെരട്ട്. ഇത് നാടൻ കോഴി പെരട്ട്. ഇത് മട്ടൺ ചോപ്സ്, ഇടിയപ്പം, പൊറോട്ട ഇല്ലാത്ത കാര്യമില്ല ഇവിടെ മലയാളിക്ക്. പൊറോട്ട ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിക്കൻ ഫ്രൈ അത് ബ്രോയിലർ ആയിരിക്കുമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊരു 10:30 മണി വരെ കാണും കട രാത്രി. പക്ഷേ മട്ടൺ പെട്ടെന്ന് തീരും. മട്ടൺ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വരിക. രാവിലെ 7:30 കട തുറക്കും. പക്ഷേ മട്ടൺ ആകുമ്പോൾ ഒരു 9 മണിയെല്ലാം കഴിയും. പക്ഷെ മട്ടണിന് വേണ്ടി ഇവിടെ ഭയങ്കര റഷാണ്, രക്ഷയില്ല. മട്ടൺ. അപ്പോൾ നമ്മുടെ മട്ടൺ സൂപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് മട്ടൻ്റെ ഒരു കട ആയതുകൊണ്ട് മട്ടൺ സൂപ്പ് വലിയ ഗംഭീരമായിരിക്കും. എല്ലാ പാർട്സും കിട്ടുന്നതല്ലാണ് മട്ടണിൽ. കുറച്ച് ഉപ്പ് തരുമോ? ഉപ്പ് എനിക്ക് തോന്നുന്നു ഇട്ടത് കുറവാണോ അതോ സെപ്പറേറ്റ് ഇടുന്നതാണോ? ഒക്കെ മട്ടൺ സൂപ്പ് ഇഷ്ടമാട്ടോ. കുരുമുളക് വേണ്ട. നിറയെ കുറച്ചാകാം. അതിങ്ങനെ പ്രത്യേകിച്ച് ഇട്ട് തന്നെയാണ് കഴിക്കുന്നത് എല്ലാവരും അല്ലേ? ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഉപ്പ് കൂടുതലും കുറവും വേണ്ടല്ലോ. കുറച്ച് പെപ്പറും കൂടി ഇട്ട് തരുവാണ്. അയ്യോ, ലിവർ കഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല, തീർന്നു പോയി. സൂപ്പ്, അടിപൊളി സൂപ്പ്. സാധാരണ സിമ്പിൾ സൂപ്പാണ്. തനി നാടൻ മട്ടൺ സൂപ്പ്. വലിയ ഇഷ്ടംപോലെ ഫാറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടും. അതെനിക്ക് വലിയ ഇഷ്ടമാണ് കഴിക്കാൻ. സൂപ്പിൽ കിടക്കുന്ന ഫാറ്റ് വണ്ണം വയ്ക്കും കേട്ടോ. ഇതെല്ലാം കഴിച്ചത് സംശയമില്ലാത്ത കാര്യം. ഞാൻ പണ്ട് പ്രസവിച്ച് കിടന്നപ്പോൾ വണ്ണം വയ്ക്കാൻ വേണ്ടി മട്ടൺ സൂപ്പൊക്കെ ഇഷ്ടംപോലെ കുടിച്ചിട്ടുണ്ട്. ആ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പൊറോട്ടയൊന്നും തുടങ്ങുന്നില്ല. എനിക്ക് ഒറട്ടി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സോ സ്റ്റാർട്ടിങ് വിത്ത് ഒറട്ടി. മട്ടൺ ചോപ്സ് സ്പൂണിൽ എടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം കഴിക്കുമെന്ന് വെച്ചാൽ എല്ലാം കഴിക്കില്ല. ആവശ്യമുള്ളത് എടുത്തിട്ട് നമ്മളത് സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ നോ പ്രോബ്ലം. കൂടെ ആൾക്കാരുണ്ട്. മട്ടൺ ചോപ്സ്. അതോടൊപ്പം ഇത് ബ്രോയിലർ ചിക്കൻ. നാടനല്ല, ഇത് ബ്രോയിലറിൻ്റെ. ഇത് നാടനാണോ? ഓക്കെ. നാടൻ കോഴി പെരട്ടും ബ്രോയിലർ കോഴി പെരട്ടും. ഓക്കെ. വെള്ളക്കോഴി ബ്രോയിലർ കോഴിയുടെ പെരട്ടും. ഓക്കെ. ചിക്കൻ ഫ്രൈ തൽക്കാലം അത് മതി. ഓക്കെ. ചെറിയൊരു പീസ് എക്സ്ട്രാ എടുക്കാം. ഇനിയുള്ളത് കുടൽ അല്ലേ? കുടൽ തോരൻ. അത് വേണ്ട. ഇതിങ്ങനെയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണത്. ടേസ്റ്റാണ്. ഒറട്ടി വിത്ത് മട്ടൺ ചോപ്സ്. പീസൊക്കെ മതി. സോഫ്റ്റ്, തണുപ്പ്. ഓ, നല്ല മട്ടൺ, നല്ല വെന്തിട്ടുണ്ട്. ഇത് കിടാ തന്നെ ആയിരിക്കും. അങ്ങനെ നല്ല കടകളിലൊക്കെ മട്ടൺ കിടാ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ഫേമസ് കടയാണ് വർഷങ്ങളായിട്ടുണ്ട്. ചിക്കൻ ഇത് നാടൻ പെരട്ടും. ഓ, നല്ല സ്പൈസി. നാടൻ പെരട്ടിൽ തേങ്ങാക്കൊത്തെല്ലാം ഇട്ടിട്ടുണ്ട്. അത് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല എരിവുണ്ട് കേട്ടോ. സ്പൈസി, നല്ല ടേസ്റ്റ്. ഒരു ഒറട്ടി അങ്ങനെയൊരു ഇടിയപ്പം എടുക്കാം. ഇടിയപ്പം സോഫ്റ്റ്.
നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. എന്തായാലും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കടകളിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. പിന്നെ ആ ഒരു കൈപുണ്യം ഉള്ളതുകൊണ്ടാണല്ലോ വീടുകളിൽ അമ്മമാരുണ്ടാക്കണ പോലെ അല്ലെങ്കിൽ ഉമ്മമാരുണ്ടാക്കുന്ന പോലത്തെ ആ ഒരു പാറ്റേണാണ്. പണ്ടൊക്കെ ഇവിടുത്തെ മുതലാളിയും വൈഫും എല്ലാം ഇൻവോൾവാണ്. അപ്പോൾ അവരുടെ മകനാണ്. അപ്പോൾ വീട്ടിൽ നിന്നും കുറേ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. നല്ല എക്സലൻറ്റ് ഫുഡാണ്, നല്ല സ്പൈസ്, ടേസ്റ്റി. അപ്പോൾ അൻസാരി ഹോട്ടൽ അറിയാത്തവരും ഉണ്ടാവില്ല. പോത്തങ്കോട് അറിയാത്തവരൊക്കെ വരിക. അഥവാ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വരാൻ പറ്റിയൊരു നാടൻ ഫുഡിൻ്റെ ഒരു ഇടമാണ്. മോർ ദാൻ 60 years old. ചെറുതായിട്ടൊക്കെ മിനിക്കിയിട്ടുണ്ട്. ഞാനൊരു 10 വർഷം മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ. അതിനെക്കാട്ടിലും മാറ്റം വന്നിട്ടുണ്ട്. ഭക്ഷണത്തിനൊരു മാറ്റമില്ല. ആംബിയൻസ് ഒന്ന് മാറിയിട്ടുണ്ട്, ബെറ്ററായി. ഓക്കെ, ബൈ. ഒരു കാര്യം കൂടി, ഇവിടെ സ്വിഗ്ഗി അവൈലബിൾ ആണ് അല്ലേ? ഇപ്പോൾ സ്വിഗ്ഗിയിൽ അവൈലബിൾ ആണ്. ഒരാഴ്ചയായിട്ട് സ്വിഗ്ഗിയിലും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വരണം. ഇതിപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താലും സംഭവം എത്തും. ഇവിടുത്തെ മട്ടൺ ചോപ്സോ ഒറട്ടി എല്ലാം കിട്ടുമല്ലോ അല്ലേ? ചിക്കൻ, നാടൻ ചിക്കൻ പെരട്ട്, സാധാ ചിക്കൻ പെരട്ട്, പിന്നെ ലിവറൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളതുപോലെ. കുടൽ, തോരൻ ഒക്കെ പോയിട്ട്. ഓക്കെ, അപ്പോൾ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞു, ഞാൻ ഇറങ്ങുന്നു. ഓക്കെ, തിരക്ക് പിടിച്ച ഒരു ടൗൺ ഏരിയയാണ് പോത്തങ്കോട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ കടകളും ബഹളമാണ് ഇവിടെ, അത്ര തിരക്കാണ് രാത്രി സമയം. അപ്പോൾ എൻ്റെ കാർ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തേക്കുന്നത്. വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 വ്യത്യസ്തമായ ആംബിയൻസിലിരുന്ന് 2 വ്യത്യസ്തമായ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. നല്ല രസമായിരുന്നു. വൈകുന്നേരം വെൽ സ്പെൻഡ് എന്നൊക്കെ നമ്മൾ പറയില്ല. ഈവനിങ് വാസ് ഗുഡ്. അങ്ങനെ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ വരാത്തവരൊക്കെ വരിക. ഈ പറഞ്ഞ 2 സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഭക്ഷണപ്രേമികൾക്ക് ഓക്കെ കാണുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. അത്